നമ്മുടെ പാമ്പൻ പാലത്തിലെ റെയിൽപാളം, 2 റെയിൽപാളങ്ങളാണ്. നമുക്ക് താഴെ കാണുന്ന ചെറുത് ആദ്യത്തെ പാലമാണ്, പണ്ടേയുള്ള റെയിൽപാളമാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലമാണ്. അത് കേടായതിനെ തുടർന്ന് പുതിയ പാലം കുറച്ച് നാളം പാമ്പൻ രാമേശ്വരം ജില്ലയിലേക്കുള്ള റെയിൽപാളം പുതിയ പാലം പണിക്കൊണ്ടേ ഇപ്പോൾ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ നിൽക്കുന്നത് പാമ്പൻ പാലത്തിലാണ്, കോൺക്രീറ്റ് പാലം, വാഹനം പോകുന്ന പാലം. അത് നല്ല ഉയരത്തിലാണ്. അതിൻ്റെ അടിയിലൂടെ ചെറിയ കപ്പലുകൾക്കൊക്കെ കടന്നു പോകാം. റെയിൽപാളം താഴ്ന്നതായതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഈ പാലം ഇവിടെ കപ്പൽ ചാലായിട്ട് നമ്മളെ 2 ഭാഗത്തേക്കും പാലം ഉയർന്നു പോകുന്ന രീതിയിൽ നമുക്ക് കാണാം. അതിൻ്റെ നടുക്ക് 2 വശത്തെ ലിവർ തിരിക്കുമ്പോൾ സ്പ്രിംഗ് ആക്ഷൻ മുഖേന ഈ പാലം 2 ഭാഗവും മുകളിലേക്ക് പൊങ്ങുകയും കപ്പൽ കടന്നു പോയതിന് ശേഷം തിരിച്ച് പൂർവ്വസ്ഥിതി സ്ഥാപിച്ച്, അത് മീറ്റർ ഗേജ് പാതയാണ്, ചെറിയ വീതി കുറഞ്ഞ ട്രെയിനുകൾ കടന്നു പോയിക്കൊണ്ടിരുന്ന പാലമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അപ്പുറത്ത് ഇപ്പോൾ ബ്രോഡ് ഗേജ് ആയിട്ട് റെയിൽപാളം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പാലം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, നേരെ ലിവർ ആ പാലത്തെ അപ്പാടെ ആ ഭാഗത്തെ മേലേക്ക് ഉയർത്തി കപ്പൽ കടന്നതിന് ശേഷം താഴേക്ക് താത്തുകയും ചെയ്യുന്ന സംവിധാനമാണ് അതിന്. രണ്ടും 2 കാലത്തെ സാങ്കേതിക നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രയും മനോഹരമായ ഒന്ന് ഇവിടുത്തെ ജലത്തിൻ്റെ പ്രത്യേകത, വ്യത്യസ്ത വർണ്ണങ്ങളാണ്. നമ്മളങ്ങോട്ട് നമുക്ക് മനസ്സിലാവും. ബംഗാൾ കിണർ നല്ല ഭംഗിയാണ്. ശരിക്കും അറബിക്കടലിൽ ഒരു കറുപ്പ് കളറാണെങ്കിലും ബംഗാൾ കിണർ നീലിമയാണ്, പല വർണ്ണങ്ങളാണ്. അത് നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ആകാശനീലിമയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണം വളരെ വലുത്. വാഴക്കൂമ്പിൻ്റെ കളർ, തുരിശിൻ്റെ കളർ, കടും നീല, ഇളം നീല, അങ്ങനെ വ്യത്യസ്ത വർണ്ണങ്ങൾ, നീലവർണ്ണങ്ങളുടെയും പച്ചവർണ്ണങ്ങളുടെയും പ്രത്യേകമായ രസക്കൂട്ട് നമുക്ക് നിറഞ്ഞൂടെ കാണാൻ കഴിയും. മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മത്സ്യബന്ധന യാനങ്ങൾ നമുക്ക് കാണാം. ഇതിൻ്റെ അങ്ങോട്ടേക്ക് കാണുന്നത് രാമേശ്വരം ദ്വീപാണ്. അതിങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ ദ്വീപിലാണ് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ രാമേശ്വരം ക്ഷേത്രവും രാഷ്ട്രപതിയുടെ ഒക്കെയുള്ള സ്ഥലമാണ്. നമുക്ക് ധനുഷ്കോടി വരെ നമുക്ക് പോകാം. രാമസേതു പിന്നീട് മലയമെന്നാറിലേക്ക് വളരെ മനോഹരമായ പ്രകൃതി ഒരുക്കിയ ഒരു വിസ്മയ കാഴ്ചയുടെ നടുവിലാണ് നമ്മളിപ്പോൾ. രാമേശ്വരം പാമ്പൻ പാലം യാത്ര, വാഹനങ്ങൾ പോകുന്ന പാലവും കാണാം. നമ്മളെ ട്രെയിൻ പോകുന്ന പാളവും യാത്രാവാഹനങ്ങൾ പോകുന്ന പാലവും. നമ്മുടെ ഇവിടുത്തെ സെൽഫി എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇത് പിന്നെ 5 കിലോമീറ്റർ. അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് 2 പാലവും. റെയിൽവേ പാളം നടക്കുന്നത് അതെ.